നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ബസ് എടുക്കുമ്പോൾ വീട്ടിലെത്തിയാൽ മതിയില്ലേ, വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നു. 5:05 ബസ് എടുക്കാൻ നിൽക്കുന്ന സമയത്ത് കയറാൻ നിൽക്കുമ്പോ ആള് എന്നെ തടഞ്ഞിട്ട് പോരാത്തതിന് +1 +2 പഠിക്കുന്ന വേറെ 2 വിദ്യാർത്ഥികളെ കയറ്റുകയും ചെയ്തു. എന്നിട്ട് ഞാൻ കയറുമ്പോ 1-2 വിദ്യാർത്ഥികളെ മാത്രം കയറ്റി എന്നെ കയറാൻ അനുവദിച്ചില്ല. അപ്പോ ഇതിനെതിരെ ബസ് റദ്ദാക്കണമെന്നോ ആളുടെ ജോലി തെറിപ്പിക്കണമെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു വേർതിരിവ് ഒരു വിദ്യാർത്ഥിയും നേരിടാൻ പാടില്ല. കൈകൂപ്പി ബസ്സിൽ കയറിക്കോട്ടെ, അവിടെ സീറ്റ് ഉണ്ടല്ലോ, അപ്പൊ എന്താ കുഴപ്പം വരുമ്പോ ആള് മൈൻഡ് ചെയ്തില്ല. ആദ്യം തന്നെ ഈ പൊന്നുമോനെ ഒരു ബിഗ് സല്യൂട്ട്. വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമായി പോയി. ഇത്രയും നല്ല മനസ്സിനുള്ള, നല്ല മനസ്സിന് ഉടമയായിട്ടുള്ള ആ ഒരു കുഞ്ഞിനെ ആ ഒരു വണ്ടിയെ ഇറക്കി വിടുക എന്ന് പറയുന്നത്. അപ്പോഴും അവൻ ആ ദേഷ്യം പ്രകടിപ്പിച്ചിട്ടില്ല. ആ കണ്ടക്ടറിന്റെ ജോലി പോകരുത്, ആ ബസ്സിന്റെ ടൈം മിസ്സാകരുത്, ഇതൊക്കെയാണ് അവന് മനസ്സിൽ അന്നേരം തോന്നിയിരുന്നത്. പക്ഷെങ്കിൽ നമുക്കറിയാം പ്രൈവറ്റ് ബസ് മേഖല ഇപ്പം വളരെ നഷ്ടത്തിലാണ് ഓടുന്നത്. ആ ടാക്സി വണ്ടികളൊക്കെ നഷ്ടത്തിലാണ് ഓടുന്നത്. പക്ഷെങ്കിൽ സ്കൂൾ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇനിയും വളർന്നു വരുന്ന ഭാവി തലമുറയിലെ വാഗ്ദാനങ്ങളാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ. അവരെ ഒരിക്കലും നമ്മൾ ഈ ഒരു ബസ്സിൽ നിന്ന് ഇറക്കി വിടുക അല്ലെങ്കിൽ ബസ്സിൽ കയറ്റാതിരിക്കുകയോ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട സർക്കാരിനോടാണ്. സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഒന്നുകിൽ ഒരു പാസ് അനുവദിച്ചു കൊടുക്കുക, എന്തെങ്കിലും അതിനുള്ള ഒരു സജ്ജീകരണങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം ദയവ് ചെയ്ത്. ഇനി ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഒരു ബസ്സുകാരും സ്കൂൾ കുഞ്ഞുങ്ങളെ ബസ്സിൽ കയറ്റാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഇനി ഉണ്ടാവാതിരിക്കണം. വീണ്ടും ഞാൻ പറയുന്നു, ആ കുഞ്ഞിന്റെ മനസ്സ് നമുക്ക് കാണാതെ പോകാതിരിക്കാൻ പറ്റില്ല. ആ കുഞ്ഞിനെ നമ്മൾ അഭിനന്ദിക്കണം. ഈ കാര്യത്തിൽ അവൻ വളർന്നു വരുന്ന ഒരു വാഗ്ദാനം തന്നെയാണ്. ആ കുഞ്ഞിന് ജന്മം നൽകിയ അച്ഛനും അമ്മയും വളരെ ഭാഗ്യം ചെയ്ത ആളുകളാണ്. നന്ദി.